റെയിൽവേ സ്റ്റേഷനുകളുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പരിപാലനം എന്നിവ നാഷണൽ സർവീസ് സ്കീം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഏറ്റെടുക്കുന്നു. അതിന്റെ ഭാഗമായി ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ കുസാറ്റ് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം ജുനൈദ് ബുഷിരി ചെടി നട്ട് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ക്ലാപ്പ് ചെയ്തോ. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിലെ മുളന്തുരുത്തി, തൃപ്പൂണിത്തുറ, ഇടപ്പള്ളി, കളമശ്ശേരി, എറണാകുളം ടൗൺ, എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്യാനങ്ങളുടെ നിർമ്മാണം, സൗന്ദര്യവൽക്കരണം, പരിപാലനം എന്നിവ നാഷണൽ സർവീസ് സ്കീം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഏറ്റെടുക്കുന്നു. ദക്ഷിണ റെയിൽവേയുമായി സഹകരിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. അദ്ദേഹം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ശുചീകരണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ സ്വച്ഛ ഭാരത അഭിയാൻ എന്നൊരു വലിയൊരു പദ്ധതി തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സ്വച്ഛതാ ഹി സേവ എന്നുള്ള ഈ ഒരു സ്വച്ഛതാ അഭിയാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ സൈഡിൽ നിന്നും സെപ്റ്റംബർ 17 തൊട്ടേ ഈ ചടങ്ങുകൾ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് വൃത്തിയാക്കൽ, ചെടി നടൽ, മരം നടൽ, ഇങ്ങനെയുള്ള പല പല ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുറേയേറെ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മറ്റുള്ള യൂണിറ്റുകൾക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ NSS യൂണിറ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയേ അതിന് ചാൻസ് ഒരുക്കി തന്ന റെയിൽവേക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ വൈസ് ചാൻസലർ സാർക്കും നമ്മുടെ രമ്യ മാമിനും എല്ലാവർക്കും അതിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ NSS യൂണിറ്റ് മുന്നോട്ട് പോകും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ നമ്മുടെ NSS എന്നും ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. മഹാത്മാഗാന്ധി had dreamed of an India which was not only free but also free, clean and developed. Mahatma Gandhi secured freedom for Mother India. Now it is our duty to serve Mother India by keeping the country neat and clean. I take this pledge that I will remain committed towards cleanliness and devote time for this. I will devote 100 hours per year, that is 2 hours per week, to voluntary work for cleanliness. I will neither litter nor let others to litter. I will initiate the quest for the cleanliness with myself, my family, my locality, my village and workplace. I believe that the countries of the world that appear clean are so because the citizens don't indulge in littering, nor do they allow it to happen.
with this firm belief, I will propagate the message of Swachh Bharat mission in villages and towns. I will encourage 100 other persons to take this pledge which I am taking today. കുസാറ്റ് NSS ടീം റെയിൽവേ ഉദ്യോഗസ്ഥരും ഏരിയ മാനേജർ പ്രമോദ് ഷേണായി, ഡോക്ടർ രമ്യ രാമചന്ദ്രൻ, കുസാറ്റിലെ 150 NSS വോളണ്ടിയർമാരും പങ്കെടുത്തു.